പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവൻ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഇതിന്റെ കഥയെല്ലാം ഇതെന്താണ് ഉദ്ദേശിച്ചതെന്നെല്ലാം നമുക്കറിയാം. പക്ഷെ ഒരു സ്ത്രീ മനോവ്യസനത്തോടെ കരയണമെങ്കിൽ അവളുടെ ജീവിതത്തിൽ തനതായ ഒരു കാരണം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഹന്നയെ പറ്റിയാണ് പറയുന്നത്. ഹന്നയ്ക്ക് ഹല്ലേലൂയ വിവാഹം കഴിഞ്ഞിട്ട് ഒരു തലമുറയില്ലാത്തതിന്റെ പേരിൽ അവൾ വളരെ കരയുവാൻ ഇടയായി തീർന്നു. പക്ഷേ അവളുടെ ഭർത്താവായിരിക്കുന്ന എൽക്കാന പല വാക്കുകൾ പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അവൾക്ക് ഹല്ലേലൂയ സന്തോഷം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. 8-ാം വാക്യത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളിൽ നന്നല്ലയോ. ഹല്ലേലൂയ. നോക്കൂ, തന്റെ ഭർത്താവ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ സങ്കടമാണ്. മനോവ്യസനത്തോടെയാണ് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കരയുവാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് 1-ാം അധ്യായം 11-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിട്ട്. നോക്കൂ, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ വായിച്ചത്, അവൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കരഞ്ഞൊരു പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്, ആ വിഷയത്തിന്മേൽ ഉത്തരം കിട്ടുമ്പോൾ അതൊരു ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എനിക്കിങ്ങനെ ഒരു പുരുഷ സന്താനത്തെ തരികയാണെങ്കിൽ ഞാൻ അപ്പന് വേണ്ടി ഹല്ലേലൂയ നീ വേദിക്കും, കർത്താപ്പച്ചന് വേണ്ടി ഉപയോഗിക്കും. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ടുള്ള വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, നോക്കൂ, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോടെ നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം പ്രിയ മക്കളെ. അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതായത് നമ്മുടെ അടുത്തിരിക്കുന്നവരോ അവർക്കോ ഹല്ലേലൂയ നമ്മുടെ ചർച്ചിലുള്ള നമ്മുടെ ദൈവദാസനോ ആർക്കും നമ്മുടെ ഹല്ലേലൂയ എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ നമ്മുടെ വിഷയങ്ങളെല്ലാം, നമ്മുടെ മനോവ്യസനമല്ല അറിയുന്നത് നമ്മുടെ പിതാവ് മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹല്ലേലൂയ, ഏലി പറയുന്നുണ്ട് ഹല്ലേലൂയ, നിന്റെ വീഞ്ഞും മദ്യവും ഒക്കെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, നീ ലഹരി പിടിച്ചിരിക്കാന്ന്. എന്നിട്ട് അവൾ പറഞ്ഞു, അല്ല, എൻ്റെ മനോവ്യസനം കാണുന്ന കർത്താവ് എനിക്ക് ഈ വിഷയത്തിൽ മറുപടി നൽകി തരും. മടുത്തു പോകാതെ പ്രിയ മക്കളെ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് വിഷയമാണെങ്കിലും അതിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരത്തിൽ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരുടെ മുമ്പിലല്ല പറയേണ്ടത്, കർത്താവിന്റെ കരത്തിലാണോ നമ്മൾ ഏത് വിഷയവും വെക്കുന്നത്, അതിന്മേൽ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ മുഖം വാടുന്നത് നമ്മുടെ അപ്പച്ചന് ഇഷ്ടമല്ല പ്രിയ മക്കളെ. നമുക്ക് വേണ്ടി മറുപടി നൽകി തരുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. അവൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവൾക്ക് ഉടമ്പടി നിറവേറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഹല്ലേലൂയ അവൾ ചെയ്തത്, അവൾ എന്ത് ആഗ്രഹിച്ചോ അത് യഹോവ അവൾക്ക് നൽകി കൊടുത്തു. അത് അവൾ എന്തു പറഞ്ഞോ അതുപോലെ അവൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 20-ാം വാക്യം
വാക്യത്തിൽ 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞവനെ ശമൂവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, താഴോട്ടുള്ള വാക്യങ്ങളിൽ പിന്നീട് കാണാൻ കഴിയുന്നുണ്ട്. 25-ാം വാക്യത്തില് അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടു ചെന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവൾ പറയാണ്, അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നോക്കൂ, അവൾ എന്ത് കാര്യം കർത്താവിനോട് അപേക്ഷിച്ചു വാങ്ങിയോ, കർത്താപ്പച്ചന് അത് നൽകിയത് കൊണ്ട് അവൾ പിന്നെ പിന്മാറിയില്ല. അവൾ ഹല്ലേലൂയ ലഭിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ മാറിപ്പോയില്ല. ഞാൻ എങ്ങനെയാണോ അപ്പനോട് പ്രാർത്ഥിച്ചത് അതുപോലെ ഒരു പുരുഷ സന്താനത്തെ തന്നെ ലഭിപ്പാനിടയായി തീർന്നു. അതിനെ കർത്താവിന് വേണ്ടി നിവേദിക്കുവാനും അവൾ ഹല്ലേലൂയ ഉത്സാഹം കാണിച്ചു. അതേപോലെ അവൾ ചെയ്തു. പ്രിയ മക്കളെ, ഇന്ന് നാം ഹല്ലേലൂയ പലരും കർത്താവിന്റെ സന്നിധിയിൽ പല ഉടമ്പടികൾ ചെയ്യും. പക്ഷെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ഉടമ്പടിയൊക്കെ മറന്നു പോകാറുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിന്റെ സന്നിധിയിലാണോ ഒരു കാര്യം അപേക്ഷിച്ചത്, അപ്പച്ചനോടാണോ നമ്മൾ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും നാം എടുത്ത ഹല്ലേലൂയ തീരുമാനം മാറ്റാതെ ഇരിക്കണം. ഹല്ലേലൂയ. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ തീരുമാനം എടുത്തത് അതേപോലെ തന്നെ നിവേദിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പിന്നെ നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിച്ച മാതാവിന്റെ അനുഗ്രഹം ഈ മകനിലൂടെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് 2-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനു യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിനെ നമ്മൾ നിവേദിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ നിന്ന് അനുഗ്രഹവും പ്രാപിപ്പാനും ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ശമൂവേൽ പേരിട്ടെങ്കിലും നോക്കൂ, നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനത്തെ ന്യായാധിപനായി, പ്രവാചകനായി, പുരോഹിതനായി തീരുവാനൊക്കെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ശമൂവേൽ ബാലനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മനോവ്യസനത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചതിന്റെ ഉത്തരം ലഭിച്ചപ്പോൾ അവൾ മാറിപ്പോയില്ല. ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിച്ചത് വാങ്ങിക്കുക മാത്രമല്ല അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ പിന്നെ നമുക്ക് ലഭിപ്പാനിടയായി തീരും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്ന് അനേക ഹല്ലേലൂയ മാതാപിതാക്കൾ തന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്. കർത്താവ്, എനിക്കെന്തിനാണ് ഈ മകനെ നൽകിയത്, എനിക്കെന്തിനാണ് ഈ മകളെ നൽകിയതെന്നൊക്കെ പറഞ്ഞ് മനോവ്യസനത്തോടെ ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിൽ നിന്ന് കരയും. എന്തുകൊണ്ടാ? അത് ലഭിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കുഞ്ഞിനെയാണല്ലോ എനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കേൾക്കുന്നതും പല വിധത്തിലുള്ള സംഭവങ്ങൾ അറിയുന്നതും ഇതുപോലെയാണല്ലോ. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, മാതാപിതാക്കൾ എന്തും ചെയ്യുവാൻ മടിക്കാത്ത കുഞ്ഞുങ്ങൾ, ഈ തലമുറകൾ വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമുക്ക് മുഴങ്കാൽ മടക്കാം. മാതാപിതാക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടിവ് നിൽക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയ്ക്ക് പ്രയോജനമുള്ള കുഞ്ഞാക്കി മാറ്റണമേ, എൻ്റെ തലമുറയെ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി കരയുന്ന ഏതൊരു മാതാവിന്റെയും കുഞ്ഞിനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. തലമുറകൾ നഷ്ടമായി തീരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഹന്ന ദൈവസന്നിധിയിൽ നിന്ന് മനോവ്യസനത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് ലഭിച്ചതിന്റെ ഫലമായി ഹല്ലേലൂയ ദൈവിക അനുഗ്രഹം ശമൂവേലിലൂടെ അവൾക്ക് ലഭിപ്പാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിന്റെ സന്നിധിയിൽ മനോവ്യസനത്തോടെ ഏത് വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു അതിന്മേൽ ദൈവപ്രവൃത്തി കാണുവാനിടയായി തീരും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഓരോന്നും അപ്പന് പ്രയോജനപ്പെടുത്തി എടുക്കണമേ. ദുഷ്ടലോകത്തിൽ ഹല്ലേലൂയ പാവ വഴിയിൽ അകപ്പെടാതെ കർത്താവിന്റെ ഗിതമാമണ്ണം ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങളുടെ ഓരോ തലമുറകളെയും ദൈവം സഹായിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവേ ദൈവസന്നിധിയിൽ നിന്ന് കരയുവാൻ പ്രാർത്ഥിപ്പാൻ ഓരോരുത്തരും തീരുമാനമെടുക്കട്ടപ്പാ.
അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.